നമസ്കാരം. എല്ലാവരെയും ഞാൻ ആനന്ദാത്മൻ്റെ 3ാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് ദിവാലിയുടെ ദിവസമായിട്ട് കൂടി നമ്മൾ യോഗ ചെയ്യുകയാണ്. ദിവാലി ആയാലും ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് യോഗ. ഓക്കെ, യോഗയ്ക്ക് ഒരിക്കലും ഒരു അവധിയില്ല, എന്നും എല്ലാ ദിവസവും. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഒരു ടൈം ഫിക്സ് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾക്ക് യോഗ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. യോഗ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്നത്തെ പോലെയും കൈ നമസ്കാര മുദ്രയിൽ വെക്കുക. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം ഓംകാരം ചെയ്യുന്നതാണ്. പിന്നെ ശാന്തി മന്ത്രവും മഹാഗായത്രിയും ചെയ്യുന്നത്. കൈ നമസ്കാര മുദ്രയിൽ വെച്ചു. അത് കഴിഞ്ഞ് വയറ്റിലുള്ള എത്ര നമ്മുടെ വായു ഉണ്ടോ അതിനെ പുറത്തു വിടുക. ഇങ്ങനെ ശ്വാസം പുറത്തു വിട്ടു. അത് കഴിഞ്ഞ് ഒരു ശ്വാസം എടുക്കുക. എക്സേൽ ചെയ്യുന്നത് ഓം എന്ന ധ്വനിയോടുകൂടി 3 പ്രാവശ്യം. Inhale, exhale is Om. सहना भवतु सहनो भुनक्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहे। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। 2 കൈയും ഇങ്ങനെ തിരുമുക. കൈ ഇങ്ങനെ ചൂടാക്കുക. കണ്ണിൽ വെക്കുക. അമർത്തരുത്. ഇങ്ങനെ കപ്പ് പോലെ ഉണ്ടാക്കി വെക്കുക. കവിളത്ത് വെക്കുക. ഫീൽ ദ വാംനെസ്. Look at your hands and open your eyes. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇടുപ്പ് ഭാഗം പോലെ കാലിൻ്റെ വിരൽത്തുമ്പ് വരെയുള്ള ഭാഗങ്ങളെ മാക്സിമം കവർ ചെയ്തുകൊണ്ടുള്ള സൂക്ഷ്മ വ്യായാമമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഗ്രീവാശക്തി എന്ന് പറഞ്ഞിട്ട് നെക്ക് മൂവ്മെൻറ്റ് ആണ് ചെയ്തത്. ഗ്രീവാശക്തി വികാസക്രിയ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞുള്ള എപ്പിസോഡിൽ നമ്മൾ ഷോൾഡറിനെ തൊട്ട് നമ്മുടെ ഹാൻഡ്സ്, നമ്മുടെ വിരൽ വരെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്തു. ഓക്കെ, അതിന് സ്കന്ധശക്തി വികാസക്രിയ എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇടുപ്പ് മുതൽ ടോസ് വരെയുള്ള ഭാഗങ്ങളെ കവർ ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം ലൂസണിങ് എക്സസൈസിൽ വരുന്നതാണ്. സൂക്ഷ്മ വ്യായാമം, സ്ഥൂല വ്യായാമം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് യോഗയുടെ ഭാഷയിൽ സൂക്ഷ്മ വ്യായാമം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആസനങ്ങളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാവുന്നതാണ് ഇത് നിങ്ങൾ തുടക്കത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വാമപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സൂക്ഷ്മവ്യായാമം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് യോഗ ചെയ്യാനായിട്ട് പ്രിപ്പയർ ആവുന്നതാണ് ശരീരം. ഓക്കെ, അതുകൂടാതെ സൂക്ഷ്മവ്യായാമത്തിൽ മൈക്രോ ലെവൽ ബ്ലഡ് സർക്കുലേഷന് വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെറിയൊരു ചെടി നട്ട് നമ്മൾ അതിനെ നല്ല കണക്ക് പരിപാലിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു വൃക്ഷമായി മാറും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ അതുപോലെ തന്നെയാണ്. നമ്മൾ എത്ര നല്ലതായിട്ട് അതിനെ കെയർ ചെയ്യുന്നു, എത്ര നല്ലതായിട്ട് അതിനെ പരിപാലിക്കുന്നു, അതുപോലെ നമ്മുടെ ആരോഗ്യം അതനുസരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇടുപ്പ് മുതലുള്ള ഭാഗത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കിയാസനാണ്. അതിന് നമുക്ക് ആദ്യം ഇരിക്കേണ്ടത് 90 ഡിഗ്രിയിലാണ്. ഓക്കെ, നടുവിനെ ഇങ്ങനെ നേരെ വെക്കുക, കാല് നേരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് 90 ഡിഗ്രിയിൽ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ്. ഇത് ഫസ്റ്റ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോവുക. എത്ര പുറകിലോട്ട് പോകാമോ അത്ര പുറകിലോട്ട് പോവുക. അപ്പോൾ ചക്കി ആസൻ എന്നാണ് ഇതിന് പറയുന്നത്. ചക്കി ആസൻ പഴയ കാലത്ത് അരിയൊക്കെ അരയ്ക്കുന്നവർ
ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ പഴയ കാലത്തുള്ളവർക്ക് ഇതറിയാം. പഴയ ഒരു ജനറേഷൻ പുറകെ എൻ്റെയൊക്കെ സമയമുള്ളവർക്കൊക്കെ അറിയാം. പഴയ കാലത്ത് അമ്മമാരൊക്കെ ഇങ്ങനെയായിരുന്നു. അന്ന് മിക്സറും ഒന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഇന്ന് നമ്മളെക്കാട്ടിലും ഹെൽത്തിയാണ് നമ്മുടെ ഒരു പ്രീവിയസ് ജനറേഷൻ. ബിക്കോസ് അവർക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ബാഹ്യമായിട്ട് ചെയ്യേണ്ട ഒരാവശ്യമായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ യോഗ അതിനുവേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ 90 ഡിഗ്രിയിലിരുന്നു, നടു നേരെ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൈയിനെ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മുന്നോട്ട് എത്ര പോകുക അത്രയും പോവുക. അത് കഴിഞ്ഞ് പുറകോട്ട് എത്ര പോകുക. ചിലരൊക്കെ ഇത് ചെയ്യുമ്പോൾ കൈമുട്ടിങ്ങനെ വളച്ച് ഇങ്ങനെ ചെയ്യും. കൈമുട്ട് വളയ്ക്കാൻ പാടില്ല. ഓക്കെ, കാൽമുട്ടും വളയ്ക്കാൻ പാടില്ല. ശരീരത്തിന് മുന്നോട്ടും പുറകോട്ടും എടുത്തുകൊണ്ട് പോകണമാണ് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത് എക്സെയിലും പുറകോട്ട് പോകുമ്പോൾ ഇൻഹെയിലുമാണ്. ഓക്കെ, അപ്പോൾ കാണുക. അതിൽ നിങ്ങളൊരു ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ, പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് 2 3 ഇൻഹെയിൽ, പുറകോട്ട് ഇൻഹെയിൽ, മുൻപോട്ട് എക്സെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ 4 5 ഇങ്ങനെ ചെയ്യാം. എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ 7 ആയി കഴിഞ്ഞു. 8 9 and last time it's 10. അപ്പോൾ ശ്വാസത്തിനെ ഓർത്ത് വെക്കുക. മുന്നോട്ട് പോകുമ്പോൾ എക്സെയിൽ, പുറകോട്ട് വരുമ്പോൾ ഇൻഹെയിൽ. ഓക്കെ, അതിൽ കുനിയാൻ വല്ല നടുവിനെ എപ്പോഴും നിവർത്ത് വെക്കുക. ഓക്കെ, മുട്ടും മടക്കാതിരിക്കുക, കൈമുട്ടും മടക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും ഇത് ചെയ്യേണ്ടതാണ്. ഒരു തവണ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വന്നെങ്കിൽ നമുക്കിനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യേണ്ട. സെയിം പൊസിഷൻ. ഞാൻ എന്തുകൊണ്ടാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10 പ്രാവശ്യം ചെയ്യുക. അപ്പം നിങ്ങൾക്കും അത് മനസ്സിൽ കൗണ്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി തിരിച്ച് ചെയ്യാവുന്നതാണ്. സെയിം പോസ്ചർ. ഇപ്പോൾ മുന്നിലോട്ട് വരുമ്പോൾ എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ 2 3 4 inhale, exhale 6 7 8 9 and last time 10. ഓക്കെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞു എത്ര ഞാൻ പുറകോട്ട് പോകുന്നു. കാരണം കൈമുട്ട് വളയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് പുറകോട്ട് പോകുന്നത്. ഇത് 10 പ്രാവശ്യം ചെയ്യുക. അപ്പം നമ്മൾ ഈ ഭാഗത്തിനെ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. വയറ് കുറയ്ക്കാനായിട്ട് ഈ ഭാഗത്തിനെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, ഇടുപ്പ് ഭാഗത്തിനെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൈസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, തൈസിന് 2 സൈഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പെതുക്കെ കൈ 2 ഇൻ്റർലോക്ക് ചെയ്ത് കാലിനെ പെതുക്കെ പൊക്കി. ഓക്കെ, ഇത് സ്ഥൂല വ്യായാമത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ജോയിൻസിനെ നമ്മളിവിടെ കവർ ചെയ്യുകയാണ്. മൾട്ടിപ്പിൾ ജോയിൻസിനെ. ഓക്കെ, അപ്പോൾ പെതുക്കെ നമ്മൾ കാലിനെ ഇങ്ങനെ പൊക്കിയിട്ട് കാലിനെ മേപ്പോട്ട് പിന്നെ താഴോട്ട്. ഓക്കെ, പിന്നെ മേപ്പോട്ട് പിന്നെ താഴോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗവും ആവുന്ന ഈ മുട്ടിൻ്റെ ഭാഗവും, അതുപോലെ തന്നെ കാലിൻ്റെ ഈ നമ്മുടെ ജോയിൻറ്റും മൂവ് ആവുന്നുണ്ട്, വിരലുകൾക്കും ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ജോയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കാണുക എങ്ങനെ ഒരു കാലിനെ കൈവച്ച് പിടിച്ചു. സോ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് മീ. 1 2 ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale 5 6 7 8 9 and 10. കാല് നേരെ വെച്ചു. ഇനി പെതുക്കെ മറ്റേ കാല്. അപ്പോൾ മറ്റേ കാല് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ 1 2. അപ്പോൾ മേളിൽ പോകുമ്പോൾ നമ്മൾ ഇൻഹേലും താഴെ നമ്മൾ എക്സേലുമാണ്. 3 4 5 6
7, 8, 9 and 10. ഓക്കെ, അത് ഒരു മൂവ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. മുട്ടിന് ഓക്കെ, നമ്മളിവിടെ മുട്ടിനെ ടൈറ്റ് ചെയ്യും, പിന്നെ പെതുക്കെ നമ്മൾ ലൂസാക്കിയിട്ട് വിടും. വീണ്ടും ടൈറ്റ് ചെയ്യും, പിന്നെ നമ്മൾ പെതുക്കെ ലൂസാക്കും. അപ്പോൾ കാലിനെ നമ്മൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ് സ്വന്തമായിട്ട്. അപ്പോൾ കുറച്ച് പ്രായമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മുട്ടിന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് 40 ഒക്കെ ആകുമ്പോഴേ മുട്ടിന് പ്രശ്നം തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മുട്ടിൻ്റെ ഫ്ലക്ച്വേഷൻസ് കൂട്ടാനായിട്ടും അതുപോലെ തന്നെ മുട്ടിന് ബിക്കോസ് ചിലർക്കൊക്കെ ശരീരഭാരം കൊണ്ട് തന്നെ മുട്ടിന് പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റി, എല്ലിനിടയ്ക്കുള്ള ലിക്വിഡിറ്റി അത് കൂട്ടാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാലിൽ ഇങ്ങനെ വെച്ചു, അത് കഴിഞ്ഞിട്ട് മുട്ടിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ടൈറ്റ് ചെയ്തു, വിട്ടു. അപ്പോൾ കൈ ഇങ്ങനെ സപ്പോർട്ടിന് വേണമെങ്കിൽ വെക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ മുട്ടിലെ കണ്ണ് ഭാഗം എന്നതിന് പറയുന്നത് അതിങ്ങനെ അകത്തോട്ട് പോകും, പിന്നെ അത് പുറത്തോട്ട് വരും, പിന്നെ അകത്തോട്ട് പോകും, പിന്നെ അത് പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഭാഗം കവർ ചെയ്തു, ഇനി ഈ ഭാഗം മുട്ട് കവർ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത മൂവ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട്, ജോയിൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാലിനെ ഈ കാലെടുക്കാം. അപ്പോൾ എല്ലാവർക്കും കാണാവുന്നതാണ്. ഇങ്ങനെ തൊടയിൽ വെച്ചു, ദെൻ ഇൻ്റർലോക്ക് ഇറ്റ് വിത്ത് യുവർ ഫിംഗേഴ്സ്. കൈ കൊണ്ട് ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തു. ഓക്കെ, കൈവിരൽ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പെതുക്കെ അതിനെ കറക്കുക. ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ചു കറക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് നമ്മൾ നോർമൽ ബ്രീതിങ്ങിലാണ് ചെയ്തത്. അതുപോലെ തന്നെ മറ്റേ കാലം നമ്മൾ കൈവിരൽ കൊണ്ട് ഇൻ്റർലോക്ക് ചെയ്തു, പെതുക്കെ അതിനെ കറക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Reverse. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, അപ്പോൾ കാല് ഒരുമിച്ച് വെച്ചിട്ട് ഇനി മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. കൈ ഇങ്ങനെ സപ്പോർട്ടിന് വെക്കാവുന്നതാണ്. പിന്നെ തിരിച്ചു വീണ്ടും സ്ട്രെച്ച് ചെയ്തു. 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിനെയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫിംഗേഴ്സ്, കാലിൻ്റെ വിരലുകൾക്ക് വേണ്ടിയിട്ടാണ് പാദ ഉംഗ്ലി നമൻ എന്നാണ് പറയുന്നത് യോഗയിൽ. പാദ ഉംഗ്ലി നമൻ. അപ്പോൾ കാലിൻ്റെ വിരൽ, പാദ ഉംഗ്ലി, പിന്നെ പാദ എന്ന് പറഞ്ഞാൽ കാല്, ഉംഗ്ലി എന്ന് പറഞ്ഞാൽ വിരൽ, നമൻ നമസ്തേ പറയാം. അപ്പോൾ കാലിൻ്റെ വിരലുകൾ മാത്രം ഇങ്ങനെ, വിരൽ മാത്രം. അപ്പോൾ ഈ ഭാഗത്തെ ഇൻവോൾവ് ചെയ്യുന്നില്ല, കാലിൻ്റെ വിരലുകൾ മാത്രം മുന്നോട്ട് ആയും പിന്നെ പുറകോട്ട്. മുന്നോട്ട് 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കവർ ചെയ്തു. ഇനി കാലിനെ ഒരു ബേബി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലെ കാലിനെ പെതുക്കെ പൊക്കുക. അങ്ങനെ. ഓക്കെ,
കൈ ഇൻ്റർലോക്ക് ചെയ്തു. കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ താരാട്ട് പാടുന്നേ അതുപോലെ. ഇതും മൾട്ടിപ്പിൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഇവിടെ തൈസിന് ഈ മസിലിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ എടുത്ത് നമ്മുടെ കൈമുട്ടിൻ്റെ ഇവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർലോക്ക് ചെയ്യുക ഒരു കുഞ്ഞിനെ പോലെ. 1 2 3 4 5 6 7 8 9 and 10. ഓക്കെ, പിന്നെ ഇതൊക്കെ താഴെ വെക്കുക, അടുത്ത കാല് പൊക്കുക. അതുപോലെ കാലിനെ ഇങ്ങനെ വെച്ചു, കൈ ഇൻ്റർലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 and 10. ഇതൊക്കെ കാലിനെ താഴെ വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്? തൈസിൻ്റെ ഭാഗം, ഇടുപ്പിൻ്റെ ഭാഗം, മുട്ടിൻ്റെ ഭാഗം, കാലിൻ്റെ കണ്ണിൻ്റെ ഭാഗം, കാൽവിരലുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും മൂവ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ലൂസനിങ് എക്സസൈസുമാണ്. അതുകൂടാതെ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ അപ്പർ പാർട്ട്, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബോഡി വർക്കൗട്ട് 3 എപ്പിസോഡിലായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ യോഗ ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസനങ്ങളൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ ഇതും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓംകാരത്തോടു കൂടി അവസാനിപ്പിക്കുന്നതാണ്. 3 പ്രാവശ്യം ഓംകാരം ചെയ്തിട്ട് then will surrender to mother earth. അപ്പം എപ്പോൾ യോഗ അവസാനിച്ചാലും നിങ്ങൾ 3 പ്രാവശ്യം 5 പ്രാവശ്യം 7 പ്രാവശ്യം എത്ര ഓംകാരം ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിനെ അത് ശാന്തമാക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ കൈ നമസ്കാര മുദ്രയിൽ വെച്ചു, ഒരു ദീർഘശ്വാസം എടുക്കുക. ആദ്യം വയറ്റിലുള്ള എയറിനെ പുറത്ത് വിട്ടിട്ട് വേണം ശ്വാസം എടുക്കാൻ. ശ്വാസം എടുക്കുക. കൈ ഇങ്ങനെ പുറകിൽ കെട്ടുക, പെതുക്കെ തലയെ കുനിക്കുക. എന്നിട്ട് ദിസ് ഇസ് സറണ്ടർ ടു മദർ എർത്ത്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് എവർ യു ഹാവ്. ഈശ്വരന് നന്ദി പറയുക. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. ഇത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മേളിൽ വരിക, കൈ ഇങ്ങനെ തിരുമുക, കണ്ണിൽ വെക്കുക, ചൂടാക്കുക, കയ്യെ കണ്ണിൽ വെക്കുക, കവിളിൽ വെക്കുക, കയ്യിൽ നോക്കിയിട്ട് കണ്ണ് തുറക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി, നമസ്കാരം.